നമസ്കാരം. പതിരും കതിരും. അവരുടെ തേങ്ങലുകൾ ജ്വരപീഡിതരുടെ വിലാപം പോലെ എന്നെഴുതിയത് KP അപ്പനാണെന്ന് തോന്നുന്നു. ആശാഭംഗത്താൽ ജ്വരപീഡിതരായി മാറിയ കുറെ സഖാക്കളുടെ തേങ്ങലുകൾ ഇവിടെ ഒരു വിലാപമായി മാറിയിട്ട് 100 ദിവസങ്ങൾ പിന്നിടുകയാണ്. താളക്കാരന് മാത്രം പിഴച്ചാൽ തകിലറിയുന്നവൻ അവതാളത്തിലെന്ന മട്ടിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ആസ്ഥാന വിപ്ലവ വിദ്വാനായ നമ്മുടെ ബേബി സാറിൻ്റെ കാര്യമാണ് കൂടുതൽ കഷ്ടം. അദ്ദേഹം പറയുന്ന പഴഞ്ചൊല്ലുകളും കോട്ടുകളും എല്ലാം തലതിരിഞ്ഞു പോവുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി അതിൻ്റെ രേഖ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ ജനറൽ സെക്രട്ടറി MA ബേബി ലെനിൻ്റെ ഒരു കോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുപോലും ബേബി സാറിന് തെറ്റിപ്പോയി. അതിൽ ബേബി എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ തകരുകയില്ല, കാരണം അവരുടെ ബലഹീനതകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് ഭയമില്ല എന്നാണ്. അവയെ മറികടക്കാൻ നമ്മൾ പഠിക്കുകയും ചെയ്യുമത്രേ. പക്ഷേ ലെനിൻ യഥാർത്ഥത്തിൽ തിരിച്ചാണ് പറഞ്ഞത്. നമ്മൾ തളരുകയില്ല, നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് ഭയമില്ല, അവയെ മറികടക്കാൻ നമ്മൾ പഠിക്കുകയും ചെയ്യും. നോക്കണേ, ലെനിൻ്റെ 2 വരി പോലും എടുത്ത് ചേർക്കാൻ കഴിയാത്തത്ര ബലഹീനനായി പോയല്ലോ ഈ ബേബി സാറ്. ലെനിൻ്റെ വാചകം ബേബി സാറിൻ്റെ കയ്യിലൂടെ പുറത്തു വന്നപ്പോൾ അവരുടെ ബലഹീനതകളെപ്പറ്റി ചർച്ച ചെയ്യാൻ നമുക്ക് ഭയമില്ലെന്നായി. എതിരാളികളുടെ ബലഹീനതകളെപ്പറ്റി ചർച്ച ചെയ്തിട്ട് വലിയ കാര്യവുമുണ്ടോ സഖാവേ? സ്വന്തം പാർട്ടിയിലെ ബലഹീനതകളെപ്പറ്റി ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് വല്ല കഴിവുമുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും ശത്രുവിൻ്റെ ബലഹീനതയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി എന്ന് സാരം. ബേബി സാർ ഇപ്പോൾ എന്തു പറഞ്ഞാലും തല തിരിച്ചേ പറയൂ. 2 ആഴ്ച മുമ്പ് ഒരു പഴഞ്ചൊല്ലെടുത്ത് കാച്ചിയത് ഓർക്കുന്നില്ലേ? വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് മലയാളികൾ ഇത്രയും കാലം കേട്ടത്. പക്ഷേ അത് ബേബിയുടെ വായിലൂടെ വന്നപ്പോൾ വിപരീതകാലേ വിനാശബുദ്ധി എന്നായി. നോക്കണേ, കേരളത്തിൽ ഒരു കാലത്തെ സാംസ്കാരിക നായകനും ബുദ്ധിജീവിയുമായ ബേബി സാറിൽ വന്ന ജനിതകമായ മാറ്റം, 2ാം മുണ്ടശ്ശേരിയായി വന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരെ വിപ്ലവം സൃഷ്ടിച്ച മനുഷ്യനായിരുന്നു. അന്ന് പുള്ളിക്ക് മതമില്ലാത്ത ജീവനോടായിരുന്നു കമ്പം. പാർട്ടി തോറ്റതോടെ നമ്മൾ കാണുന്നത് ജീവനില്ലാത്ത ബേബിയെയാണ്. വല്ലാത്തൊരു ശീർഷാസന യോഗത്തിലാണ് ഈ പാർട്ടിയും അതിനെ ദേശീയ തലത്തിൽ നയിക്കുന്ന ബേബിയുമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. തോറ്റ് 100 ദിവസം കഴിഞ്ഞിട്ടും എതിരാളികളുടെ ബലഹീനതയെപ്പറ്റിയാണ് ഇപ്പോഴും ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനവർക്ക് ആരെയും ഭയക്കേണ്ടതില്ല. എന്നാൽ സ്വന്തം പാർട്ടിയെ ഈ നാനാവഴിക്കാക്കിയ അതിശക്തൻ്റെ ബലഹീനതകളെപ്പറ്റി ചർച്ച ചെയ്താൽ ബേബി വീട്ടിലിരിക്കും. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നിലനിന്നിരുന്ന ഹിറ്റ്ലറുടെ ഭരണം അവസാനിച്ച് ഇപ്പോൾ ജനകീയ ഭരണമാണ് നടക്കുന്നത്. സത്യത്തിൽ ബേബി ചായൻ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. ദേശീയ തലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേരുറപ്പിക്കണമെങ്കിൽ അവിടെ നിന്നുള്ള പ്രവർത്തനങ്ങൾക്കേ കഴിയൂ. മാത്രമല്ല, വീണ തായ്ക്കണ്ടിയെയും റിയാസിനെയും ഒക്കെ ED ഇനിയും തൂക്കിയെന്ന് വരും. അപ്പോൾ ദില്ലിയിലെ ED ഓഫീസിലേക്ക് മാർച്ച് നടത്തണമെങ്കിൽ സാറിൻ്റെ സാന്നിധ്യം അവിടെ വേണം. കേൾക്കുന്നവർക്ക് താങ്ങാവുന്ന തരത്തിലുള്ള പ്രസംഗമേ സഖാക്കൾ നടത്താവൂ എന്ന് മുൻപൊരു സിമ്പോസിയത്തിൽ ബേബി നിർദ്ദേശിച്ചിരുന്നു. എന്നിട്ടും ഗോവിന്ദനത് അനുസരിക്കുന്ന ലക്ഷണമേ കാണിക്കുന്നില്ല. പ്രസംഗിച്ച് താങ്ങുകയാണ് അദ്ദേഹം ഇപ്പോഴും. ഇത്രകാലം ഈ സഖാക്കളെല്ലാം കൂടി പ്രസംഗിച്ച് തകർത്തിട്ടും ജനത്തിനൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ആ വാഗ്വിലാസത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. ദേശീയതലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി പറഞ്ഞു നടക്കുന്ന ബേബി സാർ അറിഞ്ഞു കാണുമോ? പിണറായി വിജയൻ CPIയെ എടുത്ത് ഓടയിൽ തള്ളി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാനാണ് കത്ത് കൊടുക്കേണ്ടത് എന്നും അങ്ങനെ കത്ത് കൊടുത്താൽ CPM ആയിരിക്കും ഉപനേതാവെന്നും അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. ഇത് മുന്നണി മര്യാദയുടെ ലംഘനമല്ലേ? ഇത് പറഞ്ഞ പിണറായി വിജയനെ ഒന്ന് തിരുത്താൻ ഈ ബേബി സാറിന് ആംബിയറുണ്ടോ? ഇങ്ങനെ ജനങ്ങൾ എഴുതിത്തള്ളിയ പിണറായി വിജയൻ തന്നെ ഈ പാർട്ടിയെ നയിക്കുന്നതിൽ നിങ്ങൾക്ക് ഇന്ന് വരെ യാതൊരു കുറ്റബോധവും തോന്നിയിട്ടില്ലല്ലോ. കോൺഗ്രസ് 2ാം തവണയും പ്രതിപക്ഷത്തായപ്പോഴാണല്ലോ നനഞ്ഞ ചെന്നിത്തലയെ എടുത്തു മാറ്റി VD സതീശനെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവാക്കിയത്. 2 വർഷം പാർട്ടിയെ തുടർച്ചയായി ഭരണത്തിലേറ്റതിൻ്റെ ബോണസായിട്ടാണല്ലോ തോറ്റു പറഞ്ഞിട്ടും പിണറായിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കൊടുത്തത്. പഴഞ്ചൊല്ല് മുതൽ ലെനിൻ്റെ പ്രശസ്തമായ കോട്ടുകൾ വരെ തെറ്റിച്ചും തലതിരിച്ചും ഉച്ചരിക്കുന്ന ഈ ബേബി സാറിന് എന്തോ കാര്യമായ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഗോവിന്ദനുള്ള വില പോലും ബേബിക്കില്ലതാനും. ബേബി സാർ ഇവിടെ വന്ന് പാർട്ടിയെ നന്നാക്കാനും ഗുണദോഷിക്കാനും ശ്രമിക്കുന്നതൊന്നും അവർക്ക് രണ്ടിനും ഇഷ്ടമല്ല. MA ബേബിയോട് ഒന്നേ പറയാനുള്ളൂ, സാറ് മേലാൽ ലെനിൻ്റെ കൊട്ടേഷനും പഴഞ്ചൊല്ലുകളും ഒന്നും ചൊല്ലാൻ ശ്രമിക്കരുത്. എല്ലാം തലതിരിച്ചാണ് അങ്ങിപ്പോൾ പ്രയോഗിക്കുന്നത്. താങ്കളുടെ മനസ്സിപ്പോൾ ശാന്തമല്ല, അതാണ് കാരണം.